സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് മാർച്ച് 16, മീനമാസം 1-ാം തീയതി. ഇന്ന് ഞാൻ പമ്പയിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് മല കയറാൻ തുടങ്ങുന്നത്. സാധാരണ വീട്ടിൽ നിന്നുള്ള കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് പതുക്കെ വീഡിയോ ഒക്കെ ചെയ്ത് മല കയറുകയാണ് പതിവ്. ഒരു കുഞ്ഞു മാളികപ്പുറം ചോറ് കൊടുക്കാൻ വന്നതാണ്. എന്നിട്ട് സന്നിധാനത്ത് ചെന്ന് ഭസ്മക്കുളത്തിൽ വിശാലമായ ഒരു കുളി. ചില ദിവസങ്ങളിൽ പമ്പയിലും കുളിക്കാറുണ്ട്. പമ്പയിലെ കുളി അപൂർവമാണ്. ഇപ്പം നല്ല ഉണക്ക് സമയമാണ്ട് വെള്ളം തീരെ കുറവാണ്. ആ വെള്ളത്തിൻ്റെ കളറ് ശ്രദ്ധിച്ചാൽ അറിയാം വെള്ളത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ പമ്പ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇന്ന് അയ്യപ്പ ഭക്തർ തീരെ കുറവാണ്. വേണ്ട സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അവിടെങ്ങും ആളെയില്ല. ആ ക്യൂ ശ്രദ്ധിച്ചാൽ അറിയാം. മാർച്ച് മാസമായതുകൊണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളും, പിന്നെ സർക്കാർ തലത്തിൽ കണക്കെടുപ്പ് മാസം കൂടിയാണല്ലോ മാർച്ച്. അതുകൊണ്ട് പൊതുവെ ഭക്തരുടെ തിരക്കില്ല. ഇന്നതുകൊണ്ട് അയ്യപ്പ സന്നിധി ചെന്ന് അയ്യപ്പസ്വാമിയെ നല്ലപോലെ കണ്ട് തൊഴാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നീലിമല കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഡോളിക്കാർ ആളിനെയും കൊണ്ട് വന്ന് താഴ്ത്തി വെച്ച് അവർ വിശ്രമിക്കുന്നു. നീലിമല കയറ്റം കഠിനം എൻ്റെ അയ്യപ്പ. അങ്ങനെ നീലിമല ടോപ്പ് വന്നു. ആ നീലിമല നൈം ബോർഡ് കാണിച്ചല്ലോ, അതിന് കുറച്ച് ഇടത്തെ സൈഡിൽ കുറച്ച് മാറിയാണ് നമ്മുടെ തിരുവാഭരണം നിലയ്ക്കൽ അട്ടത്തോട്ടിൽ വന്ന് തിരിഞ്ഞിട്ട് ആ വനത്തിൽ കൂടി കയറി നീലിമല ആ ടോപ്പിലാണ് തിരുവാഭരണം വന്ന് കയറുന്നത്. അങ്ങനെ അപ്പാച്ചിമേട് എത്തി. നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ നല്ല ആവിയും. മരങ്ങളുടെയൊക്കെ ഇലയെല്ലാം പൊഴിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. വെയിലടിച്ച് ആ പാകേക്കുന്ന കല്ലിനും നല്ല ചൂടാണ്. ചെരുപ്പിടാൻ ഞാൻ പറയുന്നില്ല. പാദരക്ഷയ്ക്ക് എന്തെങ്കിലും പാടുപോലൊക്കെ ഇട്ട് വേണം കുട്ടികളെയും കൊണ്ട് നടത്തി കയറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ മുൻകരുതലായിട്ട് ചെയ്യാൻ. കല്ലിന് നല്ല ചൂടുണ്ട്. അങ്ങനെ ശബരിപീഠം വന്നു. ഇന്ന് ഞാൻ ശബരിപീഠം മരക്കൂട്ടം ചെന്നിട്ട് ശരംകുത്തി വഴിയാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. പലർക്കും ശരംകുത്തി അറിയില്ല. അതുകൊണ്ട് തന്നെ പല കന്നി അയ്യപ്പന്മാരും വന്ന് ശരം കുത്തുന്നത് ശബരിപീഠത്താണ്. ഈ വഴി ഈ വീഡിയോയിൽ കണ്ട പലർക്കും ഈ ഒരു കണ്ടീഷനിൽ കണ്ടാൽ അറിയില്ല. എന്നാൽ ശബരിമല മണ്ഡലകാലത്ത് മരക്കൂട്ടത്തുനിന്ന് നമ്മളെ ഇതുവഴിയാണ് തിരിച്ചു വിടുന്നത്. അന്നേരത്തെ ആ ഒരു അന്തരീക്ഷവും ഇപ്പോഴത്തെ ആ ഒരു അന്തരീക്ഷവും കൂടെ കണ്ടു. വിജനമായിട്ട് കിടക്കും, ആരുമില്ല. കാര്യം ഇതുവഴി 90% ഭക്തർക്കും അറിയില്ല. ഇതാണ് ശരംകുത്തി. ഇവിടെയാണ് കന്നി അയ്യപ്പന്മാർ ശരം കുത്തേണ്ടിയത്. അയ്യപ്പസ്വാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സുപ്രധാന
പങ്കുവഹിക്കുന്ന ഒരിടമാണ് ശരംകുത്തി. മകരവിളക്കിന് അയ്യപ്പസ്വാമിയെ തിരുവാഭരണം ചാർത്തി മകരജ്യോതി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 5 നാൾ മണിമണ്ഡപത്ത് കളമെഴുത്തും മറ്റ് ആചാരങ്ങളുമെല്ലാം ഉണ്ട്. അയ്യപ്പസ്വാമിയുടെ 5 ഭാവത്തിലുള്ള കളമെഴുത്ത്. 5-ാം നാൾ അയ്യപ്പസ്വാമിയുടെ കൊമ്പം മീശ ഭാവത്തിലുള്ള തിടമ്പേറ്റി ശരംകുത്തിയിൽ വരും. ശരംകുത്തിയിൽ വരുന്നത് വൃശ്ചികം 1 മുതൽ അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരെയെല്ലാം കണ്ട് അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളെല്ലാം കാട്ടിലേക്ക് ഉൾവലിയും. 5-ാം നാൾ അയ്യപ്പസ്വാമിയെ കാണാൻ വന്ന ഭക്തരെയെല്ലാം കൂട്ടി ശരംകുത്തിയിൽ നിന്ന് ഭക്തരെയെല്ലാം തിരികെ പറഞ്ഞുവിടും. അതിനുശേഷം ശരംകുത്തിയിൽ നിന്ന് കാട്ടിലേക്ക് ഉൾവലിഞ്ഞ തൻ്റെ ഭൂതഗണങ്ങളെയെല്ലാം തിരികെ വിളിച്ച് തിരിച്ച് എഴുന്നള്ളി തിരികെ വരുമ്പോൾ ആഘോഷവും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ ആഘോഷപരമായിട്ടാണ് ശരംകുത്തിക്ക് പോകുന്നത്. തിരികെ ഭൂതഗണങ്ങളെയെല്ലാം കൂട്ടി സന്നിധാനത്തേക്ക് വരും. അതുപോലെ തന്നെ ശരംകുത്തിയിൽ ഉത്സവത്തിൻ്റെ അവസാന ദിവസം ആറാട്ടിൻ്റെ തലേന്ന് പള്ളിവേട്ടയുണ്ട്. അന്നും അയ്യപ്പസന്നിധിയിൽ നിന്ന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഈ മാസം മാർച്ച് 31-നാണ് പള്ളിവേട്ട ചെയ്യുന്നുണ്ട്. അന്നേരം പള്ളിവേട്ടയും ശരംകുത്തിയെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നടപ്പന്തലൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ആളൊന്നുമില്ലായിരുന്നു. ആ നടുക്കത്തെ ആ ക്യൂവിൽ കൂടി ഉള്ള ആൾ മാത്രമേ ഉള്ളൂ. അതും വെയിറ്റിംഗ് ഇല്ല, നേരെ നടന്നു വന്ന് 18-ാം പടി ചവിട്ടി അയ്യപ്പ സന്നിധിയിലേക്ക് കയറുകയാണ് എല്ലാ അയ്യപ്പ ഭക്തരും. ഞാൻ ഇരുമുടിയൊന്നും കിട്ടിയിട്ടില്ല. സിവിൽ ദർശനം അതുവഴി വേണം കയറി വന്ന് തൊഴാൻ. അങ്ങനെ അയ്യപ്പ സന്നിധിയിൽ വന്നു. അതുപോലെ തന്നെ പുഷ്പാഭിഷേകം, ഇന്ന് പുഷ്പ അഭിഷേകമുണ്ട്. അതിൻ്റെ പൂക്കളും കാര്യങ്ങളുമെല്ലാം അഭിഷേകം നേർച്ച നേർന്നവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുഷ്പാഭിഷേകത്തിന് താമരപ്പൂവ്, മുല്ലപ്പൂവ്, കൂവളം, തെറ്റിപ്പൂവ്, ജമന്തിപ്പൂവ്, തുളസിപ്പൂവ്, റോസാപ്പൂവ്, അങ്ങനെ 7 ഇനം പൂക്കൾ മാത്രമേ എടുക്കൂ. നമുക്ക് കിട്ടുന്ന പൂക്കളെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പുഷ്പാഭിഷേകത്തിന് എടുക്കത്തില്ല. ഈ 7 ഇനം പൂക്കൾ മാത്രമേ എടുക്കത്തുള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ അയ്യപ്പ സന്നിധിയിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ.